ഞാൻ അവനെ നല്ലപോലെ ഉപദേശിച്ചു. എന്ത് ഭാവിച്ചാണോ അവൻ്റെ നടപ്പ്. ഒരു കാര്യവും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലേ. ആര്? എടി ആ കോമളനില്ലേ, അവൻ്റെ ഭാര്യ വന്നിട്ട് എന്നോട് പരാതി. അവൻ വീട്ടിൽ ചിലവിന് കൊടുക്കണില്ല, വീട്ടുകാര്യം നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട പരാതിയും കരച്ചിലും ഒക്കെ ആയിട്ട് എന്നെ വന്ന് കണ്ട് പാർട്ടി ഓഫീസിൽ. ഞാൻ നീ പറയാനുള്ളത് പറയണം. കളിക്കല്ലേ നീ. എന്തിനാ ക്ലീറ്റ് തള്ളണേ? കോമളന്റെ ഭാര്യ നിങ്ങളോട് വന്ന് പരാതി പറഞ്ഞെന്ന്. പിന്നെ ഞാനല്ലേ പാർട്ടിയുടെ മെയിൻ ആൾ. അപ്പൊ പിന്നെ എൻ്റെ അടുത്ത് വന്ന് പരാതി പറയില്ലേ? എൻ്റെ അണിയല്ലേ അവൻ. എന്ത് പറഞ്ഞു കൊടുത്ത് പ്രതിവിധി? അല്ല, ഞാൻ പറഞ്ഞു മോളെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോ. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പ്രതിവിധി പറയട്ടെ. അവളെ 2 ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്ത്. എന്തിന്? അവളുടെ എല്ലാ പരാതിയും മാറും. അവളെക്കാളും കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾ അവള് കണ്ടിട്ടില്ലേ? തുടങ്ങി ഇന്നത്തെ വട്ട് തുടങ്ങി. കഴിഞ്ഞ ആഴ്ചയും കൂടി അവിടെ പ്രശ്നം ഉണ്ടായതേ ഉള്ളൂ. വേണ്ട അടിയും പോളായിരുന്നു. കുറെ എണ്ണത്തിനെ പിടിച്ച് അകത്ത് വിട്ടിട്ടുണ്ട്. അവിടെ മറ്റേ പഴകിയ ഫുഡ് കൊടുത്ത് ഒരു ടീം വന്നിട്ട് അത് വാങ്ങിച്ച് കഴിച്ചു. അവന്മാരെ പ്ലേറ്റ് എടുത്ത് തറയടിച്ച് തിരിച്ച് വെയിറ്റർ തലക്കടിച്ച് അങ്ങനെ. അവിടെയല്ല ശരിക്കുള്ള ദുബായ്. ഞങ്ങള് ഹോട്ടലിൽ കഴിക്കാൻ പോണതല്ല. ദുബായ് റെസ്റ്റോറന്റ് അല്ലേ? അല്ല, ദുബായില്ലേ ശരിക്കും അറബി. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പകല് കിടന്ന് ഉറങ്ങരുത്. അപ്പൊ ഇങ്ങനെ പല സ്വപ്നമാണ്. ഇത് ഉറങ്ങിയതല്ല, ശരിക്കും അറബി ഒട്ടകമൊക്കെ ഉള്ള ദുബായിൽ പോകും ഞാൻ. ഗൾഫില് എന്തിനു പോണ്? അതൊന്നും ഓർമ്മയില്ലേ? കഴിഞ്ഞ വർഷം നമ്മുടെ കേശവും കുഞ്ഞച്ചനും ഭാര്യയും പോയില്ലേ, മറ്റേ സിമന്റ് കൂടുതൽ വിറ്റേന്. ആ ഇത്തവണ അവരുടെ പാസ് എനിക്ക് തരും. അത് കഴിഞ്ഞ തവണ അവര് പോയപ്പോ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞു, കുഞ്ഞച്ച അടുത്ത തവണ ടിക്കറ്റ് കിട്ടാണ് എനിക്ക് എന്നെന്ന്. അപ്പൊ എന്നോട് ഏട്ടനോട് പൊക്കോളാൻ പറഞ്ഞു. അല്ല പിന്നെ അങ്ങനെ വേറൊരാളിലുള്ള പാസിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല? പോവാൻ പറ്റും. കപ്പിൾ ടിക്കറ്റ് ആണ്, ഭാര്യയ്ക്കും ഭർത്താവിനും പോവാം. പോണവരൊക്കെ പൊക്കോട്ടെ, നിങ്ങൾ പോണ്ടെന്നാട്ടോ എന്റെ അഭിപ്രായം. അതൊന്നും ശരിയല്ല. ശരിയല്ല ദുബായി പോണതോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ സംസ്കാരമൊന്നും അല്ല അവിടെയൊക്കെ. അതൊന്നും നല്ല കാര്യങ്ങളിൽ പെടുന്നതല്ല. അയ്യേ, അതിനെന്തിനാ സംസ്കാരം? ഞാൻ അവിടെ സ്ഥലം കാണാൻ പോവല്ലേ, അറബിനെ ഒട്ടകത്തിനെ ഒക്കെ കാണാം. അതാ കുഴപ്പം. നീ അവിടെ ചെന്ന് നീ അന്തക്കേട് കാണിക്കാം. അവര് പിടിച്ച് പോലീസ് മറ്റേ ലോക്കപ്പിൽ കൊണ്ടുവന്നിട്ട്. അറബി അറിയാമോ? ഇല്ല. പഴയതുപോലെ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാലേ പണി കിട്ടും. അങ്ങനെയൊന്നും വേണ്ട, കുഞ്ഞച്ചൻ മലയാളം മാത്രമേ പറയുള്ളൂ. എന്നിട്ട് പോയല്ലോ. കുഞ്ഞച്ചൻ പോയ പോലെ അല്ല നിങ്ങള്. കുഞ്ഞച്ചൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ആളായിരിക്കും. അത് തന്നെ ഈ പൊട്ടിക്ക് വിമാനത്തിൽ കയറാൻ അറിയാവോ? അതല്ലേ വിമാനത്തിൽ കയറണ കാര്യം ഓർത്തിട്ടുണ്ടല്ലോ. എനിക്കിത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ആന്തല. ഇങ്ങനെ ആന്തല് വന്ന് കത്തി അങ്ങ് പോകും. അതിനകത്ത് ഇരിക്കുമ്പോണ്ടല്ലോ ഇത് നമ്മളെ വലിച്ചോണ്ട് പൊങ്ങണ സമയത്ത് ഈ ഒരു ആന്തലം ഉണ്ടാവും. എന്റെ മോളെ, അത് വേറൊരു കാര്യം. കൈവിട്ട കളിയാണ്. താഴെയല്ല മേളിലുമല്ല, അറിയല്ല. അതല്ലേ നല്ല രസമായിരിക്കില്ലേ ഇങ്ങനെ മാനത്ത് കൂടി മേഘങ്ങളൊക്കെ കാണാന്ന് ഇങ്ങനെ അടുത്തടുത്തടുത്ത്. അത് ഈ പോകാത്തവർക്ക് ഭയങ്കര ഇങ്ങനെ ആകാംക്ഷയാണ്. അതിനകത്ത് കേറി ഇരിക്കണം. നമ്മളെ ഒരു കുടിസ് മുറിക്കകത്തിട്ട് കൊണ്ട് പിടിച്ച് കെട്ടി ഇരുത്തിയ പോലെയുള്ള ഇരിപ്പാ. സത്യം പറഞ്ഞ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും സമാധാനമായിട്ട് പോകാൻ പറ്റൂല. ഓ ക്ലീറ്റോ ചേട്ടാ കൊള്ളം പറയില്ലേ. ക്ലീറ്റോ ചേട്ടാ ഇതുവരെ പോയിട്ടില്ലല്ലോ. ആര്? ഞാൻ പോയിട്ടില്ല. ഡൽഹിയിലൊക്കെ പാർട്ടി പരിപാടിക്ക് പോയിട്ട് തിരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിലല്ലേ വന്നത്. പിന്നെ ശരിയാ, വെറുതെ പറയണ. കുഞ്ഞച്ചന്റെ കൂടെ കുഞ്ഞമ്മ പോയില്ലേ കഴിഞ്ഞാണോ? ഓ കുഞ്ഞമ്മ വന്ന് പറയണ കേട്ടിട്ട് എനിക്ക് കൊതിയായിട്ട്. ഞാൻ പറഞ്ഞുതരാം സംഭവം. അവർക്ക് ഇപ്രാവശ്യം കൂടെ പോവാൻ പേടിയായോണ്ട് എവരെ മണ്ടക്ക് വെച്ചാ. ഞാനും ഏട്ടനും എന്തായാലും വേണ്ടോ. ഞാൻ പറയണ കേട്ടോ, നല്ലതിനല്ലാതെ. മാത്രമല്ല ഇപ്പോഴും ഈ ദുബായ് ഇതിലുണ്ടല്ലോ റൂട്ടില് പക്ഷികൾ ഭയങ്കര ഇടിയുണ്ട്. വിമാനത്തിൽ വന്ന് ഇടിച്ചിട്ട് ഇപ്പൊ തന്നെ ഇടയ്ക്ക് 1-2 ആക്സിഡന്റ് ആയി. അയ്യോ, ആ മുഖം കണ്ടാലേ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നിനക്ക് ധൈര്യം ഉണ്ടല്ലോ. എല്ലാം മതി പഠിക്കും. ഈ ചിരിയും കളിയൊക്കെ അങ്ങ് പോകും. ഇറങ്ങിയ എന്തെന്നാണ് ഈ കാണിക്കണത്? നീ എങ്ങനെ ദുബായി പോവും? എന്താ നിനക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ. അതൊക്കെ വേഗം ശരിയാക്കണം. നാളെ തൊട്ട് ഏട്ടാ ഓഫീസിലൊന്നും പോകണ്ട. ഇതൊക്കെ വേഗം ശരിയാക്കണം. പാസ്പോർട്ട് കുഴപ്പമില്ല, താൽക്കാലിൽ അടിച്ച ബാങ്ക് കിട്ടും. താൽക്കാലിൽ കൊടുത്ത ബാങ്ക് കിട്ടും പാസ്പോർട്ട്. എനിക്ക് അതായിരുന്നു ടെൻഷൻ. ഒക്കെ ശരിയാക്കണോന്ന്. അടിച്ചല്ലോ ഞാൻ മതി.
ആളുകൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഒന്ന് ദുബായി പോയി വന്ന. ഇതിപ്പോ 10 പൈസ മുടക്കില്ലാതെ രണ്ടാക്കും പോകാൻ പറ്റിയില്ലേ? അതെ, ഇവളുടെ മറ്റേ ഈ കേശവ കുഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ സഞ്ചരിക്കാത്ത രാജ്യങ്ങളിലിടൂ. കഴിഞ്ഞ വർഷം ഞങ്ങളോട് പറഞ്ഞാലേ പോവാന്ന്, ഏതായാലും ഈ വർഷം നടന്നു. അതെ ജമന്തി, ഇവിടെ ആർക്കെങ്കിലും സിമെന്റ് വേണമെങ്കിൽ ഞാൻ പുള്ളിക്കാരന്റെ കടയിലേക്ക് പറഞ്ഞു വിടാം. അപ്പൊ അടുത്ത കൊല്ലത്തെ ഒരു ചാൻസ് എനിക്ക് തരണം. അയ്യടാ, അടുത്ത ചാൻസ് ചിലപ്പോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ടായിരിക്കും. അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടി പറക്കും അല്ലേ ഏട്ടാ? എന്റെ പൊന്നേ, അതെ നീ ദുബായ് ചെല്ലുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ ലൈൻ കമ്പി മണ്ണിന്റെ അടിയിൽ കൂടിയാന്നാ പറയണ. അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി പഠിച്ചു വരണം. എന്നിട്ട് അത് അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇല്ല, നമുക്ക് ഗുണം ചെയ്യും അതൊക്കെ. പക്ഷെ നീ ഇവിടെ വരേണ്ടതായിരുന്നടാ. അതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പാസ്പോർട്ട് ഇല്ലാത്തതല്ലേ, ഇപ്പോൾ ഒഴിവാക്കിയാലോ? നിങ്ങൾ എന്നെ കൂടെ അത് പോ, ഞങ്ങൾ രണ്ടുപേരും കൂടി പോവും. ആ പോയിട്ട് വാ. എന്നാ നീ വിട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ കാര്യം പറയട്ടെ. നീ നേരത്തെ ഞാനൊന്ന് ആലോചിച്ചോണ്ടിരിക്കാം. ഇല്ലേ, ഞാനൊന്ന് ആലോചിച്ചു. ശരിയാവില്ല. നീ പറ, എന്തോ ഓർമ്മിച്ചേ? മറന്നുപോയി. ഓ, മറക്കാനോ? അല്ല അല്ല, ആ. മറന്നില്ല. ആ, പറയ്. ഞാൻ പെട്ടെന്ന് തലറിഞ്ഞു വീഴാം. എന്നിട്ട് ക്ലീറ്റ പറയണ എനിക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് പറയണം. അപ്പൊ അമ്മേനെ നോക്കാൻ ആളില്ല, അപ്പൊ അവർക്ക് പോകാൻ പറ്റില്ല. പിന്നെ എന്നിട്ടാണ് അവർ അതും കൂടെ അതിന്റെ സന്തോഷം കൂടെ ദുബൈയിൽ ആഘോഷിക്കുന്നത്. നിനക്ക് സുഖമില്ലാത്ത തന്നെ കൂടെ, അമ്മയ്ക്ക് സുഖമില്ലാതെ അറിഞ്ഞൂടെ അവർക്ക്, എന്നിട്ട് അവർ പോണില്ലേ? നടക്കില്ല. ക്ലീറ്റ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. ക്ലീറ്റ സമാധാനം എന്താ? ഞാൻ സംഗതി കിട്ടി. അത് മതി, അത് മതി, അത് കൊള്ളാം. എന്ത്? നിന്റെ ആങ്ങളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്താ? എടീ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നമ്മുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് കുറെ ദിവസത്തേക്ക് പോകുമ്പോ അവന് ലീവ് വേണ്ടേ? പിന്നെ ലീവ് എടുക്കാണ്ട് പോകാൻ പറ്റുമോ ക്ലീറ്റ? അവന് ലീവ് അവന് കിട്ടണ്ടേ? വേണ്ടേ? ലീവ് പിന്നെ വേണ്ടാതെ പിന്നെ പോകാൻ പറ്റുമോ? അതിന് ലീവ് കിട്ടണ്ടേ അവന്? അതൊക്കെ കിട്ടും, അവൻ ലീവൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ ആ ലീവ് കിട്ടാതാക്കാനുള്ള വഴി എനിക്കറിയാം. സത്യം സത്യം. പിന്നെ എന്തിനാണ് ഞാൻ ഈ രാഷ്ട്രീയ കുപ്പായിട്ട് മീശ വെച്ച് നടക്കുന്നത്? അവന്റെ പോക്ക് ഞാൻ മുടക്കിത്തരാം. മുടക്കണം ക്ലീറ്റോ, മുടക്കണം. അല്ലെങ്കിൽ പിന്നെ ക്ലീറ്റോ എന്തിനാണെന്നും പറഞ്ഞു ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. അല്ലെങ്കിൽ അറിയാലോ. എന്തോന്നെ? ഉത്തരം തങ്കം. ഓ, ക്ലീറ്റോന് പിന്നെ തങ്കം ഉണ്ടാവൂല. പിന്നെ നിനക്ക് തലയ്ക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് നീ ജനിച്ചപ്പോഴുള്ള ഉത്തരമല്ല, അത് ക്ഷയിച്ചിരിക്കുകയാണ്. ഇനി അതിൽ കയറി എങ്ങാനും വല്ല വേല കാണിച്ചാൽ എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. പിന്നെ വേറെ വീട് അന്വേഷിക്കേണ്ടി വരും. എന്ത് എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യം? ഞാൻ മുടക്കാന്ന് പറഞ്ഞാൽ മുടക്കിയിരിക്കും. അതാണ് ക്ലീറ്റോ.